നമുക്ക് ആലപ്പുഴയിലേക്ക് പോകാം. അനഘ ഹർഷൻ തയ്യാറാണ് ആലപ്പുഴയിൽ നിന്ന്. അനഘ, യെല്ലോ അലർട്ടാണ് ആലപ്പുഴ ജില്ലയിൽ. പക്ഷേ പലയിടങ്ങളിലും വീശിയടിച്ച കാറ്റ് നാശനഷ്ടം ഉണ്ടാക്കിയതായി കേൾക്കുന്നു. പ്രത്യേകിച്ചും 31 വീടുകൾ ഭാഗികമായി തകർന്ന വിവരങ്ങൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മരം ഓട്ടോയ്ക്ക് മുകളിൽ വീഴുന്നത്, അങ്ങനെ പലയിടങ്ങളിൽ നിന്ന് മഴക്കെടുതിയുടെ വാർത്തകൾ വരുന്നുണ്ട്. ആലപ്പുഴയിലെ ഇന്നത്തെ സാഹചര്യം എങ്ങനെ? സുജയ, ആലപ്പുഴയിൽ ഇപ്പോഴും ഇടവിട്ട് മഴ തുടരുകയാണ്. ഇന്നലെയും ഇന്നുമുള്ള കണക്കനുസരിച്ച് 108 വീടുകളാണ് ആലപ്പുഴയിൽ തകർന്നിരിക്കുന്നത്. അതുമാത്രമല്ല, മാവേലിക്കര താലൂക്കിലെ ഒരു വീട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഈ ചെങ്ങന്നൂർ താലൂക്കിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ കൂടി തുറന്നിട്ടുണ്ട്. നിലവിൽ 14 പേരാണ് ഈ ക്യാമ്പിൽ ഉള്ളത്. 5 കുടുംബങ്ങളെയാണ് ഈ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. ഈ കൈനഗിരി ഭാഗത്തെല്ലാം തന്നെ രാവിലെ വലിയ രീതിയിൽ കാറ്റും മഴയും ഒക്കെ ഉണ്ടായിരുന്നു. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വൈദ്യുതി ലൈനുകളും പോസ്റ്റുകളെല്ലാം പൊട്ടി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന പ്രവൃത്തി ഇപ്പോഴും നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രദേശത്ത് എവിടെയും കറണ്ട് ഇല്ലാത്തൊരവസ്ഥ ആണുള്ളത്. ഇന്ന് രാവിലെയാണ് ഈ എടത്വ ഭാഗത്ത് ഒരു വീടിന് മുകളിലേക്ക് മരം പൊട്ടി വീഴുന്നത്. വീടിൽ ഗൃഹനാഥൻ ഉൾപ്പെടെ ഒരു കുഞ്ഞു കുട്ടി ഉൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ ആർക്കും ഇതിൽ അപകടമൊന്നും സംഭവിച്ചിട്ടില്ല. മാത്രമല്ല, ഈ ഭാഗത്ത്, കുട്ടനാട് ഭാഗത്തെല്ലാം തന്നെ ഇടവിട്ടുള്ള മഴയാണെങ്കിൽ പോലും തുടർന്നുള്ള ദിവസങ്ങളിലും ഈ രീതിയിലാണ് മഴ പെയ്യുന്നതെങ്കിൽ ഒരു വെള്ളപ്പൊക്കത്തിനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ 2018 പ്രളയത്തിന് കാരണമായി പറഞ്ഞിരുന്നത് ഈ ജലാശയങ്ങളിലെ ചളിയും എക്കലും ഒന്നും നീക്കിയിട്ടുണ്ടായിരുന്നില്ല. അതാണ് പ്രളയത്തിന് കാരണമെന്നായിരുന്നു. ഇപ്പോൾ അനഘ പറയുന്നത് പോലെ ആലപ്പുഴയിൽ നിരവധി വീടുകൾക്ക് നാശനഷ്ടം ഉണ്ടായിരിക്കുന്നു. പലയിടങ്ങളിലും വെള്ളപ്പൊക്കത്തിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ നേരെ തൃശ്ശൂരിലേക്ക് പോകുന്നു. തൃശ്ശൂരിൽ ഓറഞ്ച് അലർട്ടാണ്. ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പുകൾ നമ്മുടെ സ്ക്രീനിന്റെ മുകൾ ഭാഗത്ത് ഓൺ ടോപ്പ് ബാൻഡ് നമ്മൾ നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ അറിവിലേക്കായി മുന്നറിയിപ്പുകൾ അവഗണിക്കാതിരിക്കുക. തൃശ്ശൂരിൽ നിന്ന് ജെയ്സൺ ചാമുളപ്പിൽ തയ്യാറാണ്. ഗുഡ് ഈവനിംഗ് ജെയ്സൺ. തൃശ്ശൂരിൽ എങ്ങനെയാണ് കാലാവസ്ഥ? ഗുഡ് ഈവനിംഗ് സുജിയ. തൃശ്ശൂരിൽ ഇപ്പോൾ മൂടികെട്ടിയ അന്തരീക്ഷമാണെങ്കിൽ ഉച്ചവരെ ശക്തമായ മഴയുണ്ടായിരുന്നു. ഇപ്പോൾ അല്പം വിട്ടുനിൽക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, റവന്യൂ മന്ത്രി കെ രാജൻ ഇപ്പോൾ ജില്ലാ കളക്ടർമാരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ നാം നിൽക്കുന്നത് കളക്ടറേറ്റ് മുൻപിലാണ്. ജില്ലാ കളക്ടറേറ്റിൻ്റെ മുകൾ നിലയിലാണ് ഇപ്പോൾ മന്ത്രി കെ രാജൻ 14 ജില്ലാ കളക്ടർമാരുടെയും യോഗം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് അടിയന്തരമായ നടപടികൾ എങ്ങനെ സ്വീകരിക്കണമെന്ന് സംബന്ധിച്ചുള്ള ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണും. മറ്റ് പല ജില്ലകളിലും അതിശക്തമായ മഴയും അതുപോലെ തന്നെ നാശനഷ്ടങ്ങളുണ്ടായ പശ്ചാത്തലത്തിൽ ദുരന്ത നിവാരണ സേനയെ ഉൾപ്പെടെ വിന്യസിപ്പിക്കുന്നതും അതുപോലെ തന്നെ മറ്റ് അടിയന്തര നടപടികൾ എന്തെല്ലാം എടുക്കണം സംബന്ധിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. അതോടൊപ്പം തന്നെ തൃശ്ശൂർ ജില്ലയിലേക്ക് വന്നാൽ, തൃശ്ശൂർ ജില്ലയിൽ ശക്തമായ മഴ പല സ്ഥലങ്ങളിലും വലിയ തോതിൽ വെള്ളം കയറുന്നതിന് സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊന്നും ഇന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് ഒരു ആശ്വാസം. പ്രധാനമായും ചീരാച്ചി, തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന, ഒല്ലൂർ വഴി എറണാകുളത്തേക്ക് പോകുന്ന ചീരാച്ചി വളവിൽ ഒരു മരം വീണ് അല്പസമയം ഗതാഗതം തടസ്സപ്പെട്ടു. 2 കാറുകൾക്ക് മുകളിലേക്കാണ് ഈ മരം വീണത്. പക്ഷേ ആ കാറിനകത്ത് ആളുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റു രീതിയിലുള്ള അപകടങ്ങളൊന്നും സംഭവിച്ചില്ല. മറ്റു രീതിയിലുള്ള കാര്യമായ അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും വളരെ അപായകരമായ രീതിയിൽ വെള്ളം പല സ്ഥലത്തും കയറുന്നു എന്നതാണ് വലിയ ആശങ്കയായി ഇപ്പോഴും നിലനിൽക്കുന്നത്. വലിയ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നു. താഴ്ന്നിടങ്ങൾ വെള്ളത്തിൽ കയറി വരുന്ന ഒരു സാഹചര്യമുണ്ട്. രാത്രി മഴ നിന്ന് പെയ്താൽ പല ആളുകളെയും പല വീടുകളെ ഒഴിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകും. അതോടൊപ്പം തന്നെയാണ് അതിരപ്പള്ളി വാഴച്ചാൽ മേഖലകളിൽ വലിയ തോതിൽ വെള്ളം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിരപ്പള്ളിയിലും വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങളിൽ കുത്തൊഴുക്ക് അതിശക്തമാണ്. ചാലക്കുടി പുഴയുടെ സമീപത്തുള്ളവർ ജാഗ്രതാ നിർദ്ദേശം ഇതിനകം തന്നെ നൽകിയിട്ടുണ്ട്. അതിരപ്പള്ളി വാഴച്ചാൽ മലക്കപ്പാറ വാൽപ്പാറ ഭാഗത്തേക്കുള്ള യാത്രകൾക്ക് നിയന്ത്രണമുണ്ട്. ആ മേഖലകളിൽ ഏത് സമയത്തും മരം വീണുന്ന വലിയ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ മേഖലയിലേക്കുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും കൂടുതൽ ജാഗ്രത വേണ്ട ഒരു സാഹചര്യമാണ് തൃശ്ശൂർ ജില്ലയിൽ. ഓക്കെ, ജെയ്സൺ ചാമുളപ്പിലാണ് തൃശ്ശൂരിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് എറണാകുളത്തേക്ക് വന്നാൽ ഓറഞ്ച് അലർട്ടാണ്. അല്ലമീൻ നമുക്കൊപ്പം ഉണ്ട്. അല്ലമീൻ, ആലുവ ശിവക്ഷേത്രം മുങ്ങിക്കിടക്കുന്ന ദൃശ്യവുമായാണ് അല്ലമീൻ ഇതിനു മുൻപ് നമുക്കൊപ്പം എത്തിയത്. ഇപ്പോഴെന്താണ് സാഹചര്യം? ജില്ലയിൽ മഴ കനക്കുകയാണോ, കുറയുകയാണോ? വെള്ളം കയറിയത് ഇറങ്ങിപ്പോകുന്നുണ്ടോ?
സുജയ്, ഇന്ന് രാവിലെ മുതൽ തന്നെ മഴ മാറുന്നൊരു സാഹചര്യമാണ് എറണാകുളം ജില്ലയിലെ മലയോര മേഖലകളിൽ അടക്കമുള്ളത്. രാവിലെയൊക്കെ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു, പക്ഷേ ഉച്ചയ്ക്ക് ശേഷം മഴ തീരെയും മാറി നിൽക്കുന്നു. പക്ഷേ മൂടിക്കെട്ടിയൊരു അന്തരീക്ഷമുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇന്നലെ പകലും ഇന്നലെ രാത്രിയും തിമിർത്തു പെയ്ത മഴയത്താണ് പലയിടങ്ങളിലും വെള്ളം കയറിയതും മഴക്കെടുതികൾ പലയിടത്തും രൂപപ്പെട്ടതും. ആലുവ ശിവക്ഷേത്രത്തിൽ ഇന്നലെ വെള്ളം കയറിയതും ജില്ലയിൽ പെയ്ത മഴയുടെ ഭാഗമായിട്ടല്ല, അതിനപ്പുറത്തേക്ക് വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തമാവുകയും അതിന്റെ ഭാഗമായി പെരിയാർ കരകവിഞ്ഞൊഴുകുകയും ചെയ്തൊരു സാഹചര്യത്തിലാണ്, പെരിയാറിലെ ജലനിരപ്പ് ഉയരുകയും ചെയ്ത സാഹചര്യത്തിലാണ് ആലുവ ശിവക്ഷേത്രവും മണപ്പുറവും ഒക്കെ വെള്ളത്തിനടിയിലായത്. ഇന്നിപ്പോൾ അതിനുശേഷം വലിയ മഴ പെയ്യാത്തത് കൊണ്ട് തന്നെ വെള്ളം നേരിയ തോതിൽ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. പൂർണ്ണമായും ഇറങ്ങിയിട്ടില്ല, പക്ഷേ നേരിയ തോതിൽ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഓറഞ്ച് അലർട്ട് ജില്ലയിൽ തുടരുകയാണ്. മൂടിക്കെട്ടിയ അന്തരീക്ഷവുമുണ്ട്. വരും മണിക്കൂറുകളിൽ ഇന്ന് രാത്രിയൊക്കെ ഇന്നലത്തേതിന് സമാനമായ മഴ പെയ്യുകയാണെങ്കിൽ പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്ന ആളുകളൊക്കെ തന്നെ ജാഗ്രത പാലിക്കേണ്ടി വരും. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ ജില്ലാ ഭരണകൂടം നൽകുന്ന ഒരു വിവരം, പറവൂരിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട് എന്നുള്ളതാണ്. 4 കുടുംബങ്ങളാണ് ആ ക്യാമ്പിലുള്ളത്. മറ്റു നേരിയ തോതിലുള്ള മഴക്കെടുതികൾ പലയിടത്തും ജില്ലയുടെ മലയോര കിഴക്കൻ മേഖലകളിലടക്കം നഗരമേഖലകളിലടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് മണ്ണിടിഞ്ഞ് വീണും മരം കടപുഴകി വീണും ഒക്കെയുള്ള അപകടങ്ങളാണ്. നിരവധി വീടുകൾക്കാണ് നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നത്. കോതമംഗലത്തുൾപ്പെടെ പല രീതിയിലുള്ള അപകട സംഭവങ്ങൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തു. പക്ഷേ ആളപായമോ ആളുകൾക്ക് പരിക്കേൽക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. മഴ മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ വലിയ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. പക്ഷേ എന്നാൽ പോലും വരും ദിവസങ്ങളിൽ മഴ തുടരാനുള്ള സാധ്യത മുന്നിൽ കണ്ട ജാഗ്രതാ നിർദ്ദേശം അത് തീരദേശത്ത് താമസിക്കുന്നവർക്ക്, മലയോര മേഖലയിൽ താമസിക്കുന്നവർക്കൊക്കെ തന്നെ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. സുജയ. ഓക്കെ, അൽ അമീനാണ് നമുക്കൊപ്പം കൊച്ചിയിൽ നിന്ന് ചേർന്നത്. സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ മഴക്കെടുതിയുടെ വാർത്തകൾ സമഗ്രമായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങളുടെ വാർത്താ സംഘം. താങ്ക് യു ടീം. നമുക്ക് അപ്ഡേറ്റുകൾ പ്രേക്ഷകരിലേക്ക് ഇതുപോലെ അപ്പോൾ എത്തിച്ചുകൊണ്ടേയിരിക്കാം. മഴക്കെടുതി മാത്രമല്ല, മഴയ്ക്കൊപ്പം നമ്മുടെ മുന്നിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട ആശങ്കകളിലൊന്ന് മഴയത്ത് അപകടങ്ങളിൽപ്പെടുന്ന മനുഷ്യരാണ്. വെള്ളക്കെട്ടിലൊക്കെ കാൽവഴുതിയൊക്കെ പലരും വീഴുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സാധാരണ സഞ്ചരിക്കുന്ന വഴിയാണെങ്കിലും അവിടെ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് കെയർഫുള്ളായി വേണം മുന്നോട്ട് പോകാൻ. അപ്പോൾ